ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ. മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിൽ 75ാമത് റിപ്പബ്ലിക് ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ചെയർമാനും മൂവാറ്റുപുഴ പോക്സോ സ്പെഷ്യൽ കോടതി ജഡ്ജിയുമായ അനീഷ് കുമാർ PB ദേശീയ പതാക ഉയർത്തി. കോടതി ജീവനക്കാരുടെയും വിവിധ അസോസിയേഷൻകാരുടെയും ദേശഭക്തി ഗാനാലാപനവും ഉണ്ടായിരുന്നു. മൂവാറ്റുപുഴ കോടതി സമുച്ചയത്തിൽ 75ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. രാവിലെ മൂവാറ്റുപുഴ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ചെയർമാനും മൂവാറ്റുപുഴ പോക്സോ സ്പെഷ്യൽ കോടതി ജഡ്ജിയുമായ അനീഷ് കുമാർ PB ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. താലൂക്കിലെ മറ്റ് ജുഡീഷ്യൽ ഓഫീസേഴ്സും മുതിർന്ന അഭിഭാഷകരും ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തു. ബാർ അസോസിയേഷൻ മൂവാറ്റുപുഴ പ്രസിഡന്റ് ബിജു ചക്കാലയ്ക്കൻ പ്രത്യേക സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. 1858 മുതൽ 1947 വരെയുള്ള കാലഘട്ടത്തിൽ പോർച്ചുഗീസ്, ഫ്രഞ്ച്, ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികളുടെ അടിമത്തത്തിൽ നിന്നും നമുക്ക് അതിഭയങ്കരമായ സമരങ്ങൾ ചെയ്ത്, നിരവധി സമരങ്ങൾ ചെയ്ത് നേടിയെടുത്ത ഒരു സ്വാതന്ത്ര്യമാണ് നമുക്ക് ഇന്ന് നാം അനുഭവിക്കുന്നത്. നമ്മുടെ ഭരണഘടന, അതിൻ്റെ ശില്പികൾ വിഭാവനം ചെയ്തിട്ടുള്ള അതിലെ തത്വങ്ങൾ, അതിലെ ആമുഖം, അധികാര വികേന്ദ്രീകരണം, അധികാര ശ്രേണികളെ സംബന്ധിച്ചുള്ള ഭരണഘടനയുടെ നിലപാടുകൾ അത് ഉയർത്തിപ്പിടിക്കുവാൻ ഇന്ത്യയിലെ പൗരന്മാരെന്ന നിലയിൽ നമ്മൾക്ക് കടമയുണ്ട്, കർത്തവ്യമുണ്ട്. ബാർ അസോസിയേഷൻ, കോടതി ജീവനക്കാർ, അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ എന്നിവർ ദേശഭക്തി ഗാനാലാപനം നടത്തി. മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ ബാൻഡ് ട്രൂപ്പ് ചടങ്ങുകൾക്ക് അകമ്പടി നൽകി. കോടതി ജീവനക്കാരുടെ പ്രതിനിധി MACT ജൂനിയർ സൂപ്രണ്ട് സുലൈമാൻ, അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് അനിൽകുമാർ, മറ്റ് പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.